ബഷീറിൽ എല്ലാം ഉണ്ട്. സാമൂഹ്യ വിമർശനമുണ്ട്, ഈ ലോകത്തോടുള്ള പ്രപഞ്ചത്തോടുള്ളൊരു വലിയ ലയനമുണ്ട്. വളരെ താഴേക്കിടയിലുള്ള മനുഷ്യർ, ബഷീറിൻ്റെ കഥാപാത്രങ്ങളൊക്കെ എല്ലാ കഥാപാത്രങ്ങളും താഴേക്കിടയിലുള്ളവരാണ്. വലിയ അധികാര വ്യവസ്ഥയിലുള്ള കഥാപാത്രങ്ങളൊന്നും അദ്ദേഹം സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെ താഴേക്കിടയിലുള്ള മനുഷ്യർ, അവരോടുള്ള ഒരു അഗാധമായ സ്നേഹം, മനുഷ്യരോട് മാത്രമല്ല ഭൂമിയുടെ അവകാശികളെന്ന് പറയാവുന്ന ഈ ലോകത്തിലെ സകല ജീവികളും ജന്തുക്കളും, ഇവരെയൊക്കെ ഒന്നിപ്പിച്ച് കൊണ്ടുപോയി തൻ്റെ കഥാപാത്രങ്ങളാക്കി എന്നുള്ളതാണ് ബഷീറിൻ്റെ ഒരു വ്യത്യസ്തത. ബഷീറിലൊരു കാമുകനുണ്ട്, വലിയൊരു ഉന്മാദിയുണ്ട്, അതേപോലെ ബഷീറിൽ ഒരു വലിയ മിസ്റ്റിക്കുണ്ട്. ആ മിസ്റ്റിക്ക് കവി കൂടിയാണ്. ആ മിസ്റ്റിക്കായ കവിയാണ് അനർഘ നിമിഷം എഴുതിയത്. സാമൂഹ്യ വിമർശകനായ ബഷീറാണ് ശബ്ദങ്ങൾ എഴുതിയത്. കാമുകനായ ബഷീറാണ് അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എഴുതിയത്. അപ്പം അത്രയും വൈചിത്ര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ലോകത്തുണ്ട്, സാഹിത്യ ലോകത്തുണ്ട്. അത് ആ തലമുറയിൽ എന്നല്ല, മറ്റ് തലമുറയിലെ എഴുത്തുകാരിൽ നമ്മൾ കാണാത്ത ഒന്നാണ്. അത് ബഷീറിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വിജയൻ മാഷ് പറഞ്ഞത് കാടായി മാറിയ ഒറ്റമരം എന്ന്. ബഷീറിൽ ഈ ഭേദങ്ങളില്ല, എല്ലാം ഒന്നായിത്തീരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രേമലേഖനത്തിൽ സാറാമ്മയും കേശവൻ നായരും ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അവരുടെ പ്രണയത്തിലൂടെ പോകുമ്പോൾ, അവസാനത്തിൽ എവിടെ പ്രേമലേഖനം എന്ന് ചോദിക്കുമ്പോൾ സാറാമ്മ പറയുന്നത് നമ്മൾ തന്നെയാണ് പ്രേമലേഖനങ്ങളാണ്, വേറെ പ്രേമലേഖനമില്ല. അതായത് ഞാനാണ് സത്യം. അനിൽ ഹക്ക് എന്നുള്ള പേരിൽ ബഷീർ ഒരു കഥ എഴുതിയിട്ടുണ്ട്, ലേഖനം പോലൊരു കഥ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനാണ് സത്യം, ഈ പ്രപഞ്ചത്തിന് മുമ്പിൽ ഞാനും നീയുമില്ല, നമ്മൾ ഒറ്റയാണ് എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് ബഷീർ തൻ്റെ കഥാപാത്രങ്ങളെ കൊണ്ടുപോകുന്നത്. ഇവരൊക്കെ ചെന്ന് ചേരുന്നത് ശുഭത്തിലാണ്. മംഗളം എന്ന് പറഞ്ഞുകൊണ്ടാണ് മിക്കവാറും എല്ലാ കഥകളും അവസാനിക്കുന്നത്. അതിന് താഴെ ശുഭം എന്നും കുറിക്കുന്നു. അങ്ങനെ ഒരാൾ മലയാളത്തിൽ എഴുതിയിട്ടില്ല. വേറെ ഭാഷയിൽ എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം ശുഭമാണ്, അശുഭമില്ല അവിടെ. അതായത് നിഷ്ഠൂര കഥാപാത്രങ്ങളില്ല, ദുഷ്ട കഥാപാത്രങ്ങളില്ല, കൊലപാതകങ്ങളില്ല, തിന്മ തീരെയില്ല. ഈ നന്മയുടെ ഒരു വലിയ ലോകമാണ് ബഷീർ സൃഷ്ടിക്കുന്നത്. എല്ലാ കഥാപാത്രങ്ങളും ആ നന്മയിലേക്ക് എത്തിച്ചേരുകയാണ്. അതാണ് ബഷീറിൻ്റെ വിജയം, ബഷീറിൻ്റെ രചനകളുടെ വിജയം. ശുഭം എന്നുള്ള ആ വാക്കിലേക്ക് എത്തിച്ചേരുന്ന കഥാപാത്രങ്ങൾ, അവർ സന്തുഷ്ടരാണ്. അത് വായിക്കുന്ന നമ്മൾ സന്തുഷ്ടരാണ്. അവിടെയാണ് ആ എഴുത്തുകാരൻ ജയിച്ചത്. അദ്ദേഹം കലാപങ്ങളോ അല്ലെങ്കിൽ വെടിക്കോപ്പുകളോ ഭൂകമ്പങ്ങളോ ഒന്നും തൻ്റെ കഥയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. മറിച്ച് ഇത്തരം വളരെ സ്നേഹമുള്ള മനുഷ്യരെ, വളരെ നിഷ്കളങ്കരായ മനുഷ്യരെ നമുക്ക് പരിചയമുണ്ട് എന്ന് നമുക്ക് തോന്നുമെങ്കിലും, പക്ഷേ അവരുടെ അപരിചിതത്വങ്ങളെ, അവരുടെ അപരിചിതമായ ഭാവങ്ങളെ ആണ് ബഷീർ ആവിഷ്കരിച്ചത്. അതിൽ അദ്ദേഹം ജയിക്കുന്നു. അദ്ദേഹം ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുമ്പോൾ അങ്ങനെ മലയാളത്തിൽ ആരും മുമ്പ് പറഞ്ഞിട്ടില്ല, ഒരു കവി പോലും പറഞ്ഞിട്ടില്ല. കവി അത് ഭാവനയിലാണ് പറയുന്നത്, പക്ഷേ ബഷീർ അത് ജീവിതം കൊണ്ടാണ് പറയുന്നത്. ബഷീർ ജീവിതം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതാ ഞാൻ ഇവിടെ ജീവിക്കുന്നു, ഇവിടെ എൻ്റെ കൂടെ കുറുക്കന്മാരുണ്ട്, എൻ്റെ കൂടെ കുയിലുകളുണ്ട്, എൻ്റെ കൂടെ മറ്റ് പക്ഷികളുണ്ട്, കുരുവികളുണ്ട് എന്ന് പറയും. അപ്പം ഈ വലുപ്പച്ചെറുപ്പം ഇല്ലാതെ, ഈ സൗന്ദര്യത്തിൻ്റെയോ വൈകൃതത്തിൻ്റെയോ വ്യത്യാസം ഇല്ലാതെ
എല്ലാ ജീവികളെയും ഭൂമിയുടെ അവകാശികളായി കണ്ട് അവർക്ക് വേണ്ടി വാദിക്കുകയും അവർക്ക് വേണ്ടി എഴുതുകയും അവരോട് സംവദിക്കുകയും അവരുടെ കഥകൾ നമുക്ക് പറഞ്ഞു തരികയും ചെയ്ത എഴുത്തുകാരനാണ് ബഷീർ. അദ്ദേഹം മലയാള സാഹിത്യത്തിൽ നട്ട ഒരു തേന്മാവുണ്ട്. തേന്മാവ് ഒരു കഥയുടെ പേരാണ്. പണ്ടൊരാൾ അവശനും വൃദ്ധനുമായ ഒരാൾ വഴിയരിയിൽ തളർന്ന് വീണ് കിടന്നപ്പോൾ അയാൾ ദാഹജലം ചോദിച്ചപ്പോൾ ഒരാൾ ചെന്നിട്ട് വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തപ്പോൾ അദ്ദേഹം ആദ്യം അത് കഴിക്കാതെ അപ്പുറത്ത് കിടക്കുന്ന തളർന്ന് കിടക്കുന്ന ഒരു ചെറിയ മാവിൻ തൈക്ക് അത് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹം വെള്ളം കുടിച്ചത്. അദ്ദേഹം അവിടെ മരിച്ചു പോകും. അപ്പോൾ ഈ വെള്ളം കൊടുത്ത ആൾ ഇത് കണ്ട് അത്ഭുതപ്പെടുകയാണ്. വെള്ളം കൊടുത്ത ആളൊരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ ആ തേന്മാവ്, ആ വെള്ളം കൊടുത്ത ആൾ തന്നെ സഹായിച്ച ഒരു പെൺകുട്ടിയുടെ കൂടെ പിന്നെ ജീവിക്കുകയും കല്യാണം കഴിക്കുകയും ആ വീട്ടിലേക്ക് തേന്മാവ് മാറ്റുകയും ആ തേന്മാവ് വലുതാവുകയും ആ തേന്മാവിൽ നിന്ന് ഒരുപാട് കനികൾ ഉണ്ടാവുകയും ചെയ്തു. ആ മരിച്ച ആളുടെ പേര് യൂസഫ് സിദ്ദീഖ് എന്നാണ്. അപ്പം ആ പേരാണ് ഈ അധ്യാപകനായ ഈ മാഷ് തൻ്റെ കുട്ടിക്കിട്ടത്, ആൺകുട്ടിക്കിട്ടത്. ഒരേ ഒരു മകനാണ് അവൻ യൂസഫ് സിദ്ദീഖ് എന്നറിയപ്പെടുന്നത്. ആ തേന്മാവിൻ്റെ ഓർമ്മയാണ്. അതുപോലെയാണ് ബഷീർ ഓരോ കഥയും ഓരോ നോവലും ഒരു തേന്മാവ് പോലെ മലയാളത്തിൽ നട്ടു. നമ്മളത് വർഷം തോറും അതിൻ്റെ കനികൾ രുചിച്ചെടുക്കും.